ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവർ ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവർ ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്. ഹലോ ഓൾ, ഇമ്പോർട്ടൻറ്റ് കേസസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജെൻഡർ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റൈറ്റ് അപ്ഹെൽഡ് ചെയ്ത ഒരു കേസാണിത്. ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഒരു തേർഡ് ജെൻഡറായിട്ട് കോടതി റെക്കഗ്നൈസ് ചെയ്തു. അവരെ ഒരു മൈനോറിറ്റി ആയിട്ട് കാണണമെന്നും റിസർവേഷൻസ് എക്സ്പാൻഡ് ചെയ്യണമെന്നും ഗവൺമെൻറ്റിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തു. ഈ കേസിൽ കോടതി മുന്നോട്ട് വെച്ച രണ്ട് സുപ്രധാനമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. മാത്രമല്ല, സെൽഫ് ഡിറ്റർമിനേഷൻ്റെയും ഡിഗ്നിറ്റിയുടെയും ഫ്രീഡത്തിൻ്റെയും ബേസിക് ആസ്പെക്ട്സ് കൂടിയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത്. കൂടാതെ ബയോളജിക്കൽ ജെൻഡർ ഏതായാലും അതിനേക്കാൾ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് സൈക്കോളജിക്കൽ ജെൻഡറിനാണെന്നും കോടതി പറഞ്ഞു. അടുത്തതാണ് അരുണ ഷോൺബാഗ് കേസ്. ഇവിടെ പാസീവ് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ബ്രോഡ് ഗൈഡ് ലൈൻസ് ആണ് കോടതി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ലിവിങ് വില്ലിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഗൈഡ് ലൈൻസും കോടതി നൽകുകയുണ്ടായി. പാസീവ് യൂത്തനേഷ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെർമിനലി ഇല്ലായിട്ടുള്ളവർ അല്ലെങ്കിൽ വളരെ കോമ പോലത്തെ ഒരു സ്റ്റേജിലുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുക, ലൈഫ് സപ്പോർട്ട് വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുഡ് വാട്ടർ ഒക്കെ കൊടുക്കുന്നത് വിഡ്രോ ചെയ്ത് ദയാവധം അനുവദിക്കുന്ന രീതിയാണ് പാസീവ് യൂത്തനേഷ്യ എന്നുള്ളത്. ആക്റ്റീവ് യൂത്തനേഷ്യ ഉണ്ട്, അത് മരുന്നുകളൊക്കെ കുത്തിവെച്ച് ദയാവധം അനുവദിക്കുന്നതാണ്. അപ്പം ഇന്ത്യയിൽ പാസീവ് യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്തുകൊണ്ട് വന്നൊരു കേസാണിത്. ഈ ലൈഫ് സപ്പോർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കേണ്ടത് പേരൻസ്, അതും അല്ലെങ്കിൽ സ്പൗസ്, അതും അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കണമെന്ന് കോടതി പറഞ്ഞു. അടുത്തതാണ് കോമൺ കോസ് NGO വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് കോടതി പറഞ്ഞ കേസാണിത്. പാസീവ് യൂത്തനേഷ്യയും ലിവിങ് വില്ലും ലീഗലി വാലിഡ് ആണെന്നും കോടതി പറഞ്ഞു. ഇനി ലിവിങ് വില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. ഇങ്ങനെ ടെർമിനലി ഇൽ കണ്ടീഷനിലായി കഴിഞ്ഞാൽ എന്ത് തരം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം, പാസീവ് യൂത്തനേഷ്യ ചെയ്യാമോ എന്നൊക്കെയുള്ള രീതിയിൽ പേഷ്യൻറ്റിനൊരു വിൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അത് ലീഗലി വാലിഡ് ആണെന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യാനും ഡിഗ്നിറ്റിയോടുകൂടി മരിക്കാനുമുള്ള റൈറ്റും ഇൻക്ലൂഡഡ് ആണെന്നാണ് കോടതി പറഞ്ഞത്. ഫണ്ടമെൻ്റൽ റൈറ്റ് ടു മീനിങ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഡൈ വിത്തൗട്ട് സഫറിങ്, അതായത് സഫറിങ്ങുകളൊന്നും കഷ്ടപ്പാടുകളൊന്നും അധികം ഇല്ലാതെ മരിക്കാനുള്ള ഒരു ചോയ്സ് കൂടി ഉൾപ്പെടുന്നതാണ് എന്ന് കോടതി പറഞ്ഞു. അടുത്തതാണ് സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2015. ഇത് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ഉണ്ട്, 99ാമത്തെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ. ഇതിനെ സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് വന്ന ഒരു വിധിയാണിതിൻ്റെത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നു. ബേസിക് സ്ട്രക്ചറിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. അപ്പം ഈ ജുഡീഷ്യൽ പോസ്റ്റിങ്ങിൽ അപ്പോയിൻമെൻറ്റ്സിലൊക്കെ ഗവൺമെൻറ് കൈകടത്തുന്നത് ഇൻഡിപെൻഡൻസിനെ ബാധിക്കും. അപ്പം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, കൊളീജിയം സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും കോടതി വിധിച്ചു. ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. കാരണം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നും ആർട്ടിക്കിൾ 21 അണ്ടറിലാണ് ഇത് വരുന്നതെന്നും കോടതി പറഞ്ഞ കേസാണിത്. ഈ പ്രൈവസി എന്ന് പറയുന്നത് ലൈഫ്, ലിബർട്ടി, ഫ്രീഡം, ഡിഗ്നിറ്റി എന്നിവയുടെയൊക്കെ ബേസിക് പാർട്ടാണ്. ഈ കേസിൽ തന്നെയാണ് ആധാറിൻ്റെ വാലിഡിറ്റി അപ്ഹെൽഡ് ചെയ്തതും. കൂടാതെ പ്രൈവറ്റ് പ്ലെയേഴ്സിന് ഈ പറയുന്ന പോലെ
ആധാർ യൂസ് ചെയ്യുന്നതിനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസും കോടതി കൊണ്ടുവരികയുണ്ടായി. അടുത്തതാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസാണിത്. ഈ കേസിൽ കോടതി ഇൻസ്റ്റൻറ്റ് ട്രിപ്പിൾ തലാഖ് ഇല്ലീഗലാണെന്നും അത് വോയിഡ് ആണെന്നും പറയുകയുണ്ടായി. ഇത് ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നതെന്നും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും പറഞ്ഞു. നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്ത കേസാണിത്. സെക്ഷൻ 377 എന്ന് പറയുന്നത് സെയിം സെക്സിലുള്ള ആളുകൾ തമ്മിലുള്ള കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു IPC സെക്ഷനാണ് 377. ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. മാത്രമല്ല ആർട്ടിക്കിൾ 14, 15, 19, 21 ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞു. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുമ്പോൾ അതിൽ റൈറ്റ് ടു സെക്ഷൽ ഓട്ടോണമിയും വരുന്നു എന്നാണ് കോടതി വിധിച്ചത്. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018. പ്രീ ഇൻഡിപെൻഡൻസ് ലോ ആയിട്ടുള്ള അഡൾട്ടറി ലോ സെക്ഷൻ 497 IPC സെക്ഷൻ 497 പ്രകാരം വിവാഹേതര ബന്ധങ്ങളൊക്കെ ക്രിമിനലൈസ് ചെയ്തിരുന്നു. ഇതിനെ സ്ക്രാപ്പ് ചെയ്തൊരു കേസാണ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഹാദിയ കേസ്. ഇതിൽ കോടതി വിധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫെയ്ത്ത് ചേഞ്ച് ചെയ്യാനുള്ള, അതായത് വിശ്വാസം, മതം ചേഞ്ച് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. റൈറ്റ് ടു ചോയ്സ് ആർട്ടിക്കിൾ 21 അണ്ടറിലുള്ള റൈറ്റ് ടു ചോയ്സിൻ്റെ പാർട്ടാണ് റൈറ്റ് ടു ചേഞ്ച് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അടുത്തതാണ് അനുരാധ ഭാസിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020. ഇൻ്റർനെറ്റ് ആക്സസ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നും ഇത് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് വരുന്നതാണെന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല ഇൻഡിഫിനിറ്റ് ആയിട്ട് ഇൻ്റർനെറ്റ് സസ്പെൻഡ് ചെയ്യുന്നത് പെർമിസിബിൾ അല്ല. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് CRPC സെക്ഷൻ 144 പ്രകാരം ഇൻ്റർനെറ്റ് ബാൻ ചെയ്യുകയാണെങ്കിൽ അത് അബ്യൂസ് ഓഫ് പവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നും കോടതി വിധിച്ചു. ഇത് ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ, കാശ്മീരിലെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണിൻ്റെ ബേസിസിൽ വന്നൊരു കേസിൻ്റെ വിധിയായിരുന്നു. ഇത്രയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള മേജർ കേസസും അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സും. ഇത്രയും നന്നായിട്ട് നോക്കുക. താങ്ക് യു.